ലഹരിയുടെ പിടിയിൽ വീണ്ടും സിനിമാ ലോകം. കോടികളിലൊഴുക്കുന്ന മട്ടാഞ്ചേരി മാഫിയയുടെ ഇടപെടൽ വീണ്ടും ചർച്ചയാകുന്നു. ലഹരി ഇടപാടിൽ ഷൈൻ ടോം ചാക്കോ വീണ്ടും കുരുക്കിൽ. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലൊടുവിൽ അറസ്റ്റിലായ നടനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമാകുമ്പോഴും നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതായി ആക്ഷേപം. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. സിനിമയിലെ മട്ടാഞ്ചേരി മാഫിയ വീണ്ടും ചർച്ചയാകുകയാണ്. സിനിമാ താരങ്ങളുടെ ലഹരി ഉപയോഗവും നടിമാരോടുള്ള മോശം പെരുമാറ്റവും ആവർത്തിക്കുമ്പോഴാണ് സിനിമയിലെ ലഹരി കള്ളപ്പണ ഇടപാടുകളും ചർച്ചയാകുന്നത്. കൊച്ചിയിലെ മയക്കുമരുന്ന് ഇടപാടിൽ മട്ടാഞ്ചേരി മാഫിയ എന്നറിയപ്പെടുന്ന സംഘത്തിന് പങ്കുണ്ടെന്ന് വ്യക്തമായിട്ടും ഒരു നടപടിയും ഉണ്ടാകാതിരുന്നത് സൂപ്പർ താരങ്ങളെ ഭയക്കുന്നതുകൊണ്ടാണെന്ന വിമർശനവും ശക്തമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നടന്മാർക്കെതിരായ ലൈംഗികാതിക്രമ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നപ്പോഴും സിനിമയിലെ ലഹരി ചർച്ചയായിരുന്നു. ഷൈൻ ടോം ചാക്കോക്കെതിരെ നടി വിൻസി അലോഷ്യസിന്റെ പരാതി ഫിലിം ചേംബറിനും സിനിമയുടെ ICCക്കും ലഭിച്ചിരുന്നു. സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് മോശം പെരുമാറ്റമുണ്ടായെന്നും ലഹരി ഉപയോഗിച്ചായിരുന്നു ഇത്തരം പെരുമാറ്റമെന്നും നടി പരാതിപ്പെട്ടിരുന്നു. ലഹരി ഇടപാടുകളിൽ മട്ടാഞ്ചേരി മാഫിയയ്ക്ക് പങ്കുണ്ടെന്നും സിനിമാ സംഘടനകൾക്ക് ലഹരി ഉപയോഗങ്ങളെ കുറിച്ച് അറിയാമെന്നും BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. അതൊരു വലിയ രീതിയിലുള്ള അനേകം സിനിമാ താരങ്ങൾ ഇടപെട്ടിരുന്ന ഒരു മയക്കുമരുന്ന് സംഭവമായി. അതിലാണ് ഞാൻ എൻ്റെ പോസ്റ്റിൽ പറയുന്ന മട്ടാഞ്ചേരി മാഫിയുണ്ട്. സിനിമാക്കാരുണ്ട്, പോലീസുകാരുണ്ട്, ചില അഭിഭാഷകരുണ്ട്, രാഷ്ട്രീയ നേതാക്കളിൽ ചിലരുണ്ട്. ഇവരൊക്കെ കൂടി ചേർന്നിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വൻകിട പരിപാടിയാണിത്. ഇതിന് വലിയ ഒരു വിതരണ ശൃംഖല വേണം. ആ വിതരണ ശൃംഖല ഒരുക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുടെ സേവനവും ഇവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. സിനിമ ഒരു ഗാംബ്ലിംഗ് ആണ്. ആ ഗാംബ്ലിംഗ് ആയിട്ടുള്ള സിനിമയിൽ ഇതൊക്കെ കടന്നു വരുന്നത് സ്വാഭാവികമാണ്. അതിനെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ സമഗ്രമായ നിയമം തന്നെ വേണം എന്നാണ് എൻ്റെ പക്ഷം. സിനിമയിലൂടെ ലഹരി ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് സിനിമയെ മറിയാക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ് മട്ടാഞ്ചേരി മാഫിയ എന്നറിയപ്പെടുന്നത്. സംഘടിത സ്വഭാവത്തോടെ 15 വർഷത്തിലധികമായി മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. സംഘടിതമായി ചില മത ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അന്യമത വിദ്വേഷത്തിന് ശ്രമിക്കുകയുമെല്ലാമാണ് മട്ടാഞ്ചേരി മാഫിയ ചെയ്യുന്നത്. ഏതാനും വർഷങ്ങൾക്കിടെ പല സിനിമകളുടെയും നിർമ്മാണ ചെലവ് നിർവഹിച്ചവരുടെ പശ്ചാത്തലവും ദുരൂഹമാണ്. ജനം, കൊച്ചി. നടൻ ഷൈൻ ടോം ചാക്കോയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ലഹരി ഇടപാടുകാരനുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ തെളിവുകൾ കണ്ടെത്തിയതോടെയാണ് മയക്കുമരുന്ന് കേസിൽ ഷൈൻ ടോം ചാക്കോയെ രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷൈനിന്റെ ശരീരത്തിലെ രാസലഹരി സാന്നിധ്യമടക്കം പരിശോധിച്ചു. സൈബർ പോലീസിന്റെ കണ്ടെത്തലുകളാണ് കേസിൽ ഏറെ നിർണായകമായത്. കൊച്ചിയിലെ ഹോട്ടലിൽ ഡാൻസ് ഓഫ് സംഘം പരിശോധനയ്ക്കെത്തിയപ്പോൾ നടൻ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്നും ഓടി രക്ഷപ്പെട്ട സംഭവത്തിലാണ് ഇന്ന് എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. സാഹസികമായി ഹോട്ടലിന്റെ 3ാം നിലയിൽ നിന്നും ചാടി ഓടി രക്ഷപ്പെട്ടത് എന്തിനെന്ന ചോദ്യത്തിന് ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് തന്നെ ആക്രമിക്കാൻ വന്ന ഗുണ്ടകളാണെന്ന് കരുതിയെന്നായിരുന്നു ഷൈൻ നൽകിയ മൊഴി. ഹോട്ടലിൽ തന്നെ തേടിയെത്തിയത് പോലീസാണെന്ന് അറിഞ്ഞത് പിറ്റേന്ന് രാവിലെയാണെന്ന് വിശ്വസിപ്പിക്കാൻ ഷൈൻ ആവും വിധമെല്ലാം ശ്രമിച്ചു. എന്നാൽ ഷൈൻ്റെ ഓരോ ഉത്തരങ്ങളുടെയും മുനയൊടിക്കാനുള്ള തെളിവുകളെല്ലാം പോലീസിന്റെ പക്കലുണ്ടായിരുന്നു. സൈബർ പോലീസ് ശേഖരിച്ച വിവരങ്ങളാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടവരെ അറിയുമോ എന്നുള്ള ചോദ്യങ്ങളിൽ ഇല്ലെന്നുള്ള മറുപടിയാണ് ഷൈൻ ആവർത്തിച്ചു നൽകിയത്. എന്നാൽ ഫോൺ കോളുകളും ഡിജിറ്റൽ ഇടപാടുകളും അടക്കമുള്ള തെളിവുകൾ മുന്നിൽ വെച്ചുള്ള ചോദ്യങ്ങളിൽ ഷൈനിന് അടിതെറ്റി. ഡാൻസ് ഓഫ് അന്വേഷിച്ചെത്തിയ ലഹരി ഇടപാടുകാരൻ സജീറിനെ അറിയുമെന്ന് ഒടുവിൽ ഷൈന് സമ്മതിക്കേണ്ടി വരികയായിരുന്നു. സജീറുമായി കഴിഞ്ഞ 16-ന് നടത്തിയ 20,000 രൂപയുടെ സാമ്പത്തിക ഇടപാടിന്റെ രേഖകളും പോലീസ് കണ്ടെത്തിയതോടെ കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു.
NDPS സെക്ഷൻ 27-29 പ്രകാരമാണ് ഷൈനെതിരെ കേസെടുത്തിട്ടുള്ളത്. ലഹരി മരുന്ന് ഉപയോഗിച്ചതിന്റെ തെളിവ് ലഭിച്ച പശ്ചാത്തലത്തിലാണ് കേസെടുത്തതെന്ന് പോലീസ് വ്യക്തമാക്കി. ലഹരി ഉപയോഗത്തിന് പ്രേരിപ്പിക്കുക, പങ്കാളിയാവുക അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ലഹരി മരുന്നിന്റെ സാന്നിധ്യം പരിശോധിക്കാനായി ഷൈനിന്റെ മുടി, നഖം, സ്രവം എന്നിവ ശേഖരിച്ചിട്ടുണ്ട്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കും. കുറ്റപ്രതി അഹമ്മദ് മുർഷാദുമായും ലഹരി ഇടനിലക്കാരൻ സജീറുമായും നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാകും അന്വേഷണം. മറ്റന്നാൾ ചോദ്യം ചെയ്യുന്ന ഹാജരാകാനും പോലീസ് ഷൈനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ തസ്ലിമയെ അറിയാമെന്നും ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്നുമാണ് ഷൈൻ ടോം ചാക്കോ പോലീസിന് നൽകിയ മൊഴി. കൂട്ടുപ്രതി അഹമ്മദ് മുർഷാദിന് 20,000 രൂപ 16-ാം തീയതി കൈമാറിയിട്ടുണ്ട്. ലഹരിയുടെ നിലക്കാരൻ സജീറുമായും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട്. ഷൈൻ ടോം ചാക്കോ നൽകിയ ഈ മൊഴികൾ കേന്ദ്രീകരിച്ചാകും കൂടുതൽ അന്വേഷണം. എറണാകുളം നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ലഹരി ഉപയോഗിക്കാനായി പ്രേരിപ്പിക്കൽ, ഗൂഢാലോചന, BNS പ്രകാരം തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളതെങ്കിലും മറ്റന്നാളത്തെ ചോദ്യം ചെയ്യൽ ഷൈനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനായി തെളിവ് ശേഖരണത്തിനായി ഉള്ളതാകും. 21-ന് ഹാജരാകണമെന്നാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച ഷൈൻ ടോം ചാക്കോയോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. തനിക്ക് ലഹരി മരുന്നെത്തിക്കുന്നത് സിനിമയിലെ അസിസ്റ്റന്റുമാരെന്ന ഷൈനിന്റെ മൊഴിയും ഷൂട്ടിംഗ് സെറ്റുകളിലെ ലഹരി ഉപയോഗ വിതരണം സ്ഥിരീകരിക്കുന്നു. ജനം, കൊച്ചി. കൊല്ലം നഗരത്തിൽ വൻ ലഹരിവേട്ട. പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ 109 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പോലീസിന് മുന്നിൽപ്പെട്ടതോടെ വാഹനം ഉപേക്ഷിച്ച് പ്രതി ഓടി രക്ഷപ്പെട്ടു. ഇയാൾക്കായി അന്വേഷണം തുടരുകയാണ്. ഇന്ന് പുലർച്ചെയാണ് വാഹനത്തിൽ കടത്തുകയായിരുന്ന 109 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി മുതൽ നഗരത്തിൽ പോലീസ് പരിശോധന ശക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് ഒരു പിക്കപ്പ് വാൻ കൊല്ലം വെസ്റ്റ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഈ വാഹനത്തെ പിടികൂടാനുള്ള ശ്രമം നടത്തവേ ആനന്ദവല്ലീശ്വരത്ത് വെച്ച് പിക്കപ്പ് വാൻ ഡിവൈഡറിലിടിച്ച് നിൽക്കുകയായിരുന്നു. ഇതിനിടെ വാഹനം ഓടിച്ചിരുന്നയാൾ ഇറങ്ങിയോടി. പരിശോധനയിൽ 109 ചാക്ക് നിറയെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പോലീസ് കണ്ടെടുത്തു. നമുക്ക് വാഹനത്തിന് ഉടമസ്ഥൻ കോൺടാക്ട് ചെയ്തിരുന്നു. പിന്നെ ഇതിനകത്ത് വണ്ടി ഓടിച്ചിരുന്ന ആളുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. പ്രതികളെ ഉടനെ അറസ്റ്റ് ചെയ്യും. പിന്നെ ഇത് GSTയുടെ ഉദ്യോഗസ്ഥരും ഈ സംഭവ സ്ഥലത്ത് ആ സമയം എത്തിയിരുന്നു. വണ്ടി GSTയുടെ അവരും കൂട്ടത്തിലുണ്ടായിരുന്നു. 50 ലക്ഷത്തോളം രൂപ വില വരുമെന്നാണ് ഇതുവരെയുള്ള പ്രാഥമിക വിവരം. ലഹരി ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ചതാകാമെന്നാണ് സൂചന. വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ GST വകുപ്പ് ഉദ്യോഗസ്ഥരും വാഹനത്തെ പിന്തുടർന്നെത്തിയിരുന്നു. നിലമേൽ കരിന്തലക്കോട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് പിടിയിലായത്. വാഹനം ഓടിച്ചിരുന്നയാളെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇയാളെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. ജനം, കൊല്ലം. കോഴിക്കോട് നല്ലടത്തെ 15 വയസ്സുകാരി പീഡനത്തിനിരയായ സംഭവത്തിൽ കുറ്റാരോപിതരായ 4 കുട്ടികളെ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി. ജുവനൽ ജസ്റ്റിസ് ബോർഡിൻ്റെതാണ് തീരുമാനം. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ ഹാജരാക്കിയ 4 കുട്ടികളെയാണ് ചിൽഡ്രൻസ് ഹോമിൽ താമസിപ്പിക്കാൻ ഉത്തരവിട്ടത്. പെൺകുട്ടി പീഡിപ്പിച്ചതായി പറഞ്ഞ 3 കുട്ടികളെയും ദൃശ്യം പകർത്തിയ കുട്ടിയുമാണ് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റുക. സുഹൃത്തുക്കളായ 3 പേർക്കൊപ്പം അവരിൽ ഒരാളുടെ വീട്ടിലേക്ക് പോയപ്പോൾ പീഡനത്തിന് ഇരയായി എന്നാണ് മൊഴി. സമപ്രായക്കാരായ 2 പേർ ചേർന്ന് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് 15-കാരി മൊഴി നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് 3 പേർ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് മൊഴി മാറ്റുകയായിരുന്നു. ഈ 3 കുട്ടികളെയും ദൃശ്യം പകർത്തിയ മറ്റൊരു കുട്ടിയെയുമാണ് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റിയത്. കൗൺസിലിംഗിനിടെയാണ് പീഡന വിവരം പെൺകുട്ടി പുറത്തു പറയുന്നത്. തുടർന്ന് പോലീസ് കേസെടുക്കുകയായിരുന്നു. ജനം, കോഴിക്കോട്.
കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലനിൽക്കുമ്പോഴും സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പുകൾ നിർബാധം തുടരുകയാണ്. തട്ടിപ്പിലൂടെ കോടികൾ നഷ്ടമാകുമ്പോഴും തിരിച്ചു പിടിക്കാനാകുന്നത് 4-1 മാത്രം. മിക്ക കേസുകളിലും പ്രതികൾ ഇപ്പോഴും കാണാമറയത്താണെന്നതാണ് വാസ്തവം. 15 മാസത്തിനിടെ സിറ്റി പോലീസ് പരിധിയിൽ നിന്ന് മാത്രം 45 കോടിയിൽ പരം രൂപയാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും വലവിരിച്ചിരിക്കുകയാണ് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ. സമൂഹ മാധ്യമങ്ങളും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരും ഏതു സമയത്തും തട്ടിപ്പിന് ഇരയാകുന്ന അവസ്ഥ. ഓരോ ദിവസവും നിരവധി ആളുകൾ തട്ടിപ്പിൽ അകപ്പെടുന്നു. കേരളത്തിൽ നിന്നും കോടികളാണ് തട്ടിപ്പിലൂടെ അപഹരിക്കുന്നത്. കൂടുതലും വിദ്യാസമ്പന്നരാണ് ഇത്തരം തട്ടിപ്പുകളിൽ ഇരയാകുന്നത്. മാനഹാനി ഭയന്ന് പുറത്തു പറയാത്ത ഒരുപാട് സംഭവങ്ങളും ഉണ്ട്. തട്ടിപ്പ് നടത്തുന്ന തുകയുടെ 4-1% മാത്രമാണ് ഇപ്പോൾ തിരിച്ചു പിടിക്കാൻ കഴിയുന്നത്. പ്രതികൾ മിക്കവരും അകത്തുമാകുന്നില്ല. അന്യ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് സംഘങ്ങളുടെ പ്രവർത്തനം. മലയാളികളെയും ഇതിൽ ഉൾപ്പെടുത്തുന്നു. അങ്ങനെ വലിയൊരു ശൃംഖല ഇതിന് പിന്നിൽ നിർബാധം പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഇങ്ങനെ തട്ടിപ്പ് നടത്തുമ്പോൾ കാര്യമായി ഒന്നും പോലീസിന് ചെയ്യാൻ ആകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സർക്കാർ തലത്തിൽ സമഗ്രമായ ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ അത് ഭാവിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. ജനം, കോഴിക്കോട്. ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ അൺഎയ്ഡഡ് കോളേജുകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താൻ തയ്യാറെടുത്ത കണ്ണൂർ സർവകലാശാല. സർവകലാശാലയിൽ നിന്നുള്ള ഒരു ജീവനക്കാരനെ കോളേജുകളിലേക്ക് നിയോഗിക്കാനാണ് തീരുമാനം. അതേസമയം ചോദ്യപേപ്പർ ചോർന്നത് കണ്ടെത്തിയ ഗ്രീൻവുഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പരീക്ഷ റദ്ദാക്കാനും സർവകലാശാല തീരുമാനിച്ചു. ചോദ്യപേപ്പർ ചോർന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികളുമായാണ് കണ്ണൂർ സർവകലാശാല മുന്നോട്ടു പോകുന്നത്. ചോദ്യപേപ്പർ ചോരാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന വണ്ണം അൺഎയ്ഡഡ് കോളേജുകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താൻ കണ്ണൂർ സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ട്. സർവകലാശാലയിൽ നിന്നുള്ള ഒരു ജീവനക്കാരനെ കോളേജുകളിലേക്ക് പരീക്ഷാ ചുമതലയിൽ നിയോഗിക്കാനാണ് തീരുമാനം. ഇവരുടെ സാന്നിധ്യത്തിൽ മാത്രമായിരിക്കും ചോദ്യപേപ്പറുകളുടെ ഡൗൺലോഡും വിതരണവും എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനായി 60 ജീവനക്കാരെ തിങ്കളാഴ്ച മുതൽ നിയോഗിക്കും. അതേസമയം ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ കണ്ണൂർ സർവകലാശാല BCA 6ാം സെമസ്റ്റർ പരീക്ഷ പൂർണ്ണമായി റദ്ദാക്കില്ല. ക്രമക്കേട് കണ്ടെത്തിയ കാസർഗോഡ് ഗ്രീൻവുഡ് കോളേജിലെ പരീക്ഷ മാത്രം റദ്ദാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ജനം, കണ്ണൂർ. ക്ഷേമനിധി ബോർഡിലെ തട്ടിപ്പിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ വിജിലൻസ്. ആഭ്യന്തര പരിശോധനാ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിലും അന്വേഷണം നടത്തും. തട്ടിപ്പ് നടത്താൻ സംഗീതിനെ ഒറ്റയ്ക്ക് സാധിക്കില്ലെന്ന വിലയിരുത്തലാണ് വിജിലൻസും. നഷ്ടമായ പണം തിരിച്ചുപിടിക്കുമെന്ന് ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അറിയിച്ചു. തട്ടിപ്പ് വ്യക്തമായപ്പോൾ തന്നെ പോലീസിൽ പരാതി നൽകിയെന്നും TB സുബൈർ പറഞ്ഞു. ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നിന്നും 2 കോടിയോളം രൂപ ക്ലർക്കായ കെ സംഗീത് തട്ടിയെടുത്ത സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിരിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് വിജിലൻസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ബോർഡിന്റെ ചെക്ക് ഉപയോഗിച്ചും രേഖകൾ തിരുത്തിയും നടത്തിയ തട്ടിപ്പ് ക്ലർക്ക് മാത്രമായിരുന്ന സംഗീതിന് ഒറ്റയ്ക്ക് ചെയ്യാനാകില്ലെന്നാണ് വിലയിരുത്തൽ. വിഷയത്തിൽ ആഭ്യന്തര പരിശോധനാ സംഘം നടത്തിയ പരിശോധനയിൽ ലോട്ടറി വകുപ്പിലെയും ക്ഷേമനിധി ബോർഡിലെയും 5 സംഘത്തിന് തട്ടിപ്പിൽ പങ്കിട്ടെന്ന് കണ്ടെത്തിയതായാണ് സൂചന. സമിതിയുടെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമാകും. തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ സംഗീത മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അഡ്മിറ്റായിരുന്നു. ഇത് വ്യാജമാണോ എന്നും വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. അതേസമയം നഷ്ടമായ പണം തിരിച്ചുപിടിക്കുമെന്ന് ബോർഡ് ചെയർമാൻ TB സുബൈർ ജനം ടിവിയോട് പറഞ്ഞു. എന്നുള്ള ഫിനാൻസിൽ നിന്നുള്ള ആളുകളും പരിശോധനയുമായി രംഗത്തിറങ്ങി. അതുപോലെ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട്. എത്രയോളം പൈസ പോയിട്ടുണ്ട്, ഏതെല്ലാം തരത്തിലാണ് ഇത് നടന്നിട്ടുള്ളതിനെല്ലാം വിശദമായ ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ നടന്നു വരുന്നത്. പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികൾക്ക് ആനുകൂല്യമായി കൊടുക്കേണ്ട പണമാണ് ഇത്തരത്തിൽ പോയിട്ടുള്ളത്. അത് തിരിച്ചുപിടിച്ച് അവർക്ക് കൊടുക്കുന്ന എല്ലാ നടപടികൾ സ്വീകരിക്കുകയും കൂടാതെ ഈ പണം മുഴുവൻ തന്നെ ബോർഡിൽ തിരിച്ചു പിടിക്കുകയും അതുപോലെ തന്നെ ഇവർക്ക് കർശനമായ നടപടികൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഗീത ലോട്ടറി ഡയറക്ടറേറ്റിലും സമാന തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിരുന്നു. ലോട്ടറി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ വ്യാജൊപ്പ് ചെക്കിൽ രേഖപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. ജീവനക്കാരുടെ സഹതാപം പിടിച്ചുപറ്റാൻ ക്യാൻസർ രോഗി എന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതായും വ്യക്തമായിരുന്നു. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ മോഷണക്കേസിലെ പ്രതി ജയിലിൽ കൊണ്ടുപോകുന്ന വഴി ചാടി രക്ഷപ്പെട്ടു. വിഴിഞ്ഞം പോലീസ് നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി ജയിലിൽ കൊണ്ടുപോകുന്ന വഴിയാണ് സംഭവം.
പ്രതി താജുദ്ദീനാണ് കടന്നുകളഞ്ഞത്. വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, പോലീസിനെ വെട്ടിച്ചാണ് പ്രതി കടന്നുകളഞ്ഞത്. താജുദ്ദീനായി അന്വേഷണം ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലെ ആണ് പ്രതിയെ മോഷണ കേസുമായി പിടികൂടുന്നത്. ഈ മോഷണ കേസിനെ തുടർന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകും വഴിയാണ് പ്രതി പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞത്. താജുദ്ദീനാണ് ഇത്തരത്തിൽ പോലീസിനെ വെട്ടിച്ച് ഈ ജയിലിൽ കൊണ്ടുപോകുന്ന വഴിക്ക് കടന്നു കളഞ്ഞത്. എന്തായിരുന്നാലും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. വിഴിഞ്ഞം പോലീസിനെ വെട്ടിച്ചാണ് കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് കൊണ്ടുപോകും വഴി വിഴിഞ്ഞം പോലീസിനെ വെട്ടിച്ചാണ് ഇപ്പോൾ പ്രതി കടന്നിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിൽ പോലീസ് പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ 8 മണിയോടുകൂടിയാണ് ഇന്ന് വൈകുന്നേരം 8 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. എന്തായിരുന്നാലും പ്രതിയെ റിമാൻഡ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം പോലീസിനാണ്. ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വീഴ്ച പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും പോലീസിന് പോലും നാണക്കേടാകുന്ന തരത്തിൽ, വിഴിഞ്ഞം പോലീസിന് പോലും നാണക്കേടാകുന്ന തരത്തിലേക്കുള്ള ഒരു സംഭവത്തിലേക്കാണ് പ്രതി ചാടിപ്പോയതിലൂടെ ഉണ്ടാകുന്നത്. എന്തായിരുന്നാലും പ്രതി താജുദ്ദീനായുള്ള ദ്രുതഗതിയിലുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും വിനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊല്ലം ഇളമാട് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ നശിപ്പിച്ച CPM നേതാവ് അറസ്റ്റിൽ. ബ്രാഞ്ച് മുൻ സെക്രട്ടറി രജീവാണ് പിടിയിലായത്. രജീവ് കൊടികൾ നശിപ്പിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ ഇരുട്ടിന്റെ മറവിൽ രജീവ് നശിപ്പിക്കുകയായിരുന്നു. രാത്രിയിൽ CPIയുടെയും കോൺഗ്രസിന്റെയും കൊടിതോരണങ്ങൾ നശിപ്പിച്ച രജീവ് പിന്നാലെ BJPയുടെയും കൊടികൾ നശിപ്പിച്ചു. CPMന്റെ ഇളമാട് മുൻ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് രജീവ്. പ്രദേശത്തെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ചിലർ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് BJP നേതാക്കൾ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ CPMനകത്തുള്ള ചില അന്തർഛിദ്രങ്ങളുടെ ഫലമായിട്ട് ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ CPIയുടെയും CPMന്റെയും അതുപോലെ തന്നെ BJPയുടെയും കൊടികൾ നശിപ്പിച്ചിരിക്കുകയാണ്. വളരെ സമാധാനപരമായി കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തിന്റെ അന്തരീക്ഷം കലുഷിതമാക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചില ക്ഷുദ്രശക്തികൾ നടത്തുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. പ്രതിഷേധവുമായി കോൺഗ്രസ് CPI നേതാക്കളും രംഗത്തെത്തി. CCTV പരിശോധിക്കുന്നതിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഇതിൽ ഈ നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധരെ സമൂഹത്തിന് കൊണ്ടുവരണം. നാട്ടിന് ദോഷമായ ഇത്തരം ശക്തികളെ ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാ നടപടികളും ഉണ്ടാവണമെന്ന് മാത്രമാണ് നമുക്ക് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് നിലയിൽ നമുക്ക് പറയാനുള്ളത്. വളരെ ബോധപൂർവം സാമൂഹ്യ വിരുദ്ധർ ചെയ്യുന്ന പ്രവൃത്തിയാണിത്. ഇത്തരം പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കൂട്ടായ്മയും ഐക്യതയും സഹകരണവും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. BJP നേതാക്കൾ ചടയമംഗലം പോലീസിൽ നൽകിയ പരാതിയിൽ രജീവിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് രജീവും മറ്റൊരു ലോക്കൽ കമ്മിറ്റി അംഗവും നടുറോഡിൽ തമ്മിലടിച്ചത്. പിന്നാലെ പാർട്ടി നടപടിയെടുത്തെങ്കിലും സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടാക്കാനാണ് ശ്രമം. സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുമെന്ന് BJP നേതൃത്വം അറിയിച്ചു. ജനം, കൊല്ലം. കൊല്ലം ശാസ്താംകോട്ട മുതുപ്പിലക്കാട് വീട്ടമ്മയുടെ വസ്തുവിൽ നിന്ന് മതിൽ പൊളിച്ച് മരങ്ങൾ മുറിച്ചു കിടത്തിയതായി പരാതി. പേരയം സ്വദേശി മണിയമ്മയുടെ വസ്തുവിൽ നിന്നാണ് അനുവാദമില്ലാതെ മരങ്ങൾ മുറിച്ചു മാറ്റിയത്. സംഭവത്തിൽ കുടുംബം ശാസ്താംകോട്ട പോലീസിൽ പരാതി നൽകി. മുതുപ്പിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം വിൽപ്പനയ്ക്കായിട്ടിരുന്ന വസ്തുവിൽ നിന്നാണ് മരങ്ങൾ മുറിച്ചു കടത്തിയിരിക്കുന്നത്. 8 സെന്റിലുണ്ടായിരുന്ന 2 തേക്ക് മരങ്ങളും 20-ലധികം റബ്ബർ മരങ്ങളും മതിൽ പൊളിച്ചു മാറ്റിയാണ് കടത്തിക്കൊണ്ടുപോയത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വസ്തു വിൽക്കുന്ന കാര്യം പ്രദേശത്തെ ഒരു ബ്രോക്കർ കുടുംബവുമായി സംസാരിച്ചിരുന്നു. വിൽപ്പന ഉറപ്പിച്ച് അഡ്വാൻസ് നൽകാമെന്ന് പറഞ്ഞെങ്കിലും പണം ഇതുവരെ നൽകിയിരുന്നില്ല. ഇതിനിടെയാണ് വസ്തുവിൽ നിന്നും മരം മുറിച്ചു കടത്തിയ വിവരം വീട്ടമ്മ അറിയുന്നത്. നിന്നും 8 സെന്റ് തറയുണ്ടായിരുന്ന 8 സെന്റ് തറയിൽ നിന്നും ഒരാൾ അതിക്രമിച്ച് കയറി മതിൽ പിടിച്ച് ആ നിന്ന മരങ്ങളും മുറിച്ച് എടുത്ത് കൊണ്ടുപോയി. നമ്മളുടെ അത് ആ വസ്തു കച്ചവടം ചെയ്യുന്നുവെന്ന് തിരക്കിയ ഒരാളായിട്ടാണ് അയാളുടെ ഫോൺ നമ്പരും മറ്റു കാര്യങ്ങളും നമുക്കറിയാം. മരങ്ങൾ കടത്തിക്കൊണ്ടുപോയതിൽ ലക്ഷങ്ങളാണ് കുടുംബത്തിന് നഷ്ടം സംഭവിച്ചത്.
ഇതിനു പിന്നിൽ ബ്രോക്കറാണെന്ന് തിരിച്ചറിഞ്ഞ കുടുംബം മുതുപ്പിലാക്കാട് അജികുമാർ എന്ന വ്യക്തിക്കെതിരെ ശാസ്താംകോട്ട പോലീസിൽ പരാതി നൽകി. പരാതിയിൽ അന്വേഷണം നടത്തി എത്രയും വേഗം നടപടി ഉണ്ടാക്കണമെന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. ജനം, കൊല്ലം. തിരുവനന്തപുരം കല്ലമ്പലത്ത് നഴ്സിംഗിന് അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയ യുവതി അറസ്റ്റിൽ. തിരുവനന്തപുരം ആനയാർ സ്വദേശിനി ബീനയാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം കല്ലമ്പലത്ത് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ നഴ്സിംഗിനും മറ്റു കോഴ്സുകൾക്കും അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെടുത്ത യുവതി അറസ്റ്റിൽ. തിരുവനന്തപുരം ആനയറ സ്വദേശി ബീനയാണ് കല്ലമ്പലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ പലരിൽ നിന്നും നിരവധി തവണ പണം തട്ടിയെടുത്തുവെന്ന പരാതി ലഭിച്ചതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. ഇവർക്കെതിരെ കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ 2 കേസുകളും മറ്റ് വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളും നിലവിലുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജനം, തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി കാക്കി നാളെ ഇതേ സമയം. കാക്കി സൈനിങ് ഓഫ് KP.